ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണിത്. എന്നാൽ സത്യസന്ധമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും നമുക്കിവിടെ ഒരു ജനാധിപത്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വലിയ പ്രതീക്ഷയോടെ പോളിംഗ് ബൂത്തിൽ പോയി കുത്തുന്ന വോട്ടുകൾ കൃത്യമായ പെട്ടിയിൽ തന്നെയാണ് വീഴുന്നത് എന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? പ്രത്യേകിച്ച് ഈ BJP സർക്കാർ കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നതിന് ശേഷം അധികാരം നിലനിർത്താൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുകയാണോ എന്ന വലിയൊരു ചോദ്യം ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമുള്ള ചില ചർച്ചകളും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്ന് പുറത്തു വന്നത്. അവിടെ കോക്രോച്ച് ജനതാ പാർട്ടി BJP ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് ആളുകളാണ് ഒത്തുകൂടിയത്. കേവലം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും കർഷകരും സാധാരണക്കാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടമായിരുന്നു അത്. ആ പ്രതിഷേധത്തിനിടയിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു യുവാവ് നടത്തിയ വെളിപ്പെടുത്തൽ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഒരു സാങ്കേതിക വിദ്യാ വിദഗ്ധൻ അഥവാ ടെക്കി എന്ന് അവകാശപ്പെടുന്ന ആളാണ് അദ്ദേഹം. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് വോട്ടിങ്ങിനായി ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അഥവാ EVM പ്രവർത്തിക്കുന്നത് പൈത്തൺ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് സിദ്ധാന്തം അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് തന്നെ വെറും 3 വരി കോഡിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ ഈ EVM മെഷീൻ സുഖമായി ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് വലിയ കോഡിംഗ് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ഇത് എത്രത്തോളം സാങ്കേതികമായി പ്രായോഗികമാണെന്ന് കൃത്യമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ EVM മെഷീനുകളെ ചുറ്റിപ്പറ്റി രാജ്യത്ത് നടക്കുന്ന കള്ളക്കളികൾ കാണുമ്പോൾ നമുക്ക് ഈ വെളിപ്പെടുത്തലിനെ അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. രാജ്യത്ത് വോട്ടിംഗ് പ്രക്രിയ പഴയ ബാലറ്റ് പേപ്പറിൽ നിന്ന് EVMയിലേക്ക് മാറിയതിനു ശേഷം ജനാധിപത്യം വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിലാർക്കും ഒരു തർക്കവുമില്ല. ഇത് വെറുതെ ഒരു ഹാക്കിംഗ് സംശയം മാത്രമല്ല. നമ്മുടെ കൺമുന്നിൽ നടന്ന എത്രയോ തെളിവുകളുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് കൃത്യമായി സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ വെച്ചിരുന്ന EVM മെഷീനുകൾ മാറ്റാൻ വേണ്ടി അർദ്ധരാത്രിയിൽ പുറത്ത് നിന്ന് വോട്ടിങ്ങിന് ഉപയോഗിക്കാത്ത ഒരുപാട് EVM മെഷീനുകൾ വലിയ ട്രക്കുകളിൽ കൊണ്ടുവന്നിറക്കി. എന്നിട്ട് സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ മെഷീനുകൾ അവർ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പകൽ വെളിച്ചത്തിൽ നടന്ന കാര്യങ്ങളാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത മെഷീനുകൾ മാറ്റി പുതിയ മെഷീനുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ജനാധിപത്യ ധ്വംസനം വേറെ എന്താണുള്ളത്? ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്. EVM ഉള്ളപ്പോഴൊക്കെ ജയിച്ചു കയറുന്ന BJP ബാലറ്റ് പേപ്പറിലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ അടുത്തിടെ പഞ്ചാബിൽ നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അവിടെ EVMന് പകരം ബാലറ്റ് പേപ്പറാണ് വോട്ടിങ്ങിനായി ഉപയോഗിച്ചത്. റിസൾട്ട് വന്നപ്പോൾ എന്തായി? BJP അവിടെ പൂർണ്ണമായും തകർന്നടിഞ്ഞുപോയി. ആകെയുള്ള ആയിരക്കണക്കിന് വാർഡുകളിൽ വെറും തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് അവർക്ക് കിട്ടിയത്. പലയിടത്തും BJP സ്ഥാനാർത്ഥികൾക്ക് ജാമ്യത്തുക പോലും കിട്ടിയില്ല. ഇതുപോലെ തന്നെയായിരുന്നു മുൻപ് ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത്. അവിടെയും ബാലറ്റ് പേപ്പർ ആയിരുന്നു. ജയിക്കാൻ വേണ്ടി BJPക്കാരനായ പ്രിസൈഡിംഗ് ഓഫീസർ പ്രതിപക്ഷത്തിന്റെ ബാലറ്റ് പേപ്പറുകൾ പേന വെച്ച് കുത്തിവരച്ച് നശിപ്പിക്കുന്നത് ക്യാമറയിൽ രാജ്യം മുഴുവനും കണ്ടതാണ്. ഒടുവിൽ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടാണ് ആ കള്ളത്തരം പൊളിച്ചതും ജനാധിപത്യം കാത്തു സൂക്ഷിച്ചതും. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? എവിടെയൊക്കെ EVM മാറി ബാലറ്റ് പേപ്പർ വരുന്നുവോ അവിടെയൊക്കെ BJP തറ പറ്റുന്നുണ്ട്. ജനങ്ങൾ നേരിട്ട് പേപ്പറിൽ വോട്ട് ചെയ്യുമ്പോൾ BJPക്ക് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ EVMൽ എന്തൊക്കെയോ അട്ടിമറികൾ നടക്കുന്നുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അത് വലിയൊരു തെളിവ് തന്നെയാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒക്കെ എത്രയോ തവണ ഹരിയാന ഫയൽസ്, കർണാടക ഫയൽസ്, ബീഹാർ ഫയൽസ് എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുപ്പിൽ നടന്ന ഈ വൻ അട്ടിമറികളെ കുറിച്ച് പാർലമെന്റിലും പുറത്തും വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്താണ് അപ്പോഴൊക്കെ ഉണ്ടായത്? നമ്മുടെ രാജ്യത്തെ ഭരണകൂടമോ അവർക്ക്
കുടപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഇതിനൊന്നും ഒരു മറുപടിയും നൽകിയിട്ടില്ല. ഒന്നിനെയും ചോദ്യം ചെയ്യാൻ സമ്മതിക്കാത്ത ഒരുതരം ഫാസിസ്റ്റ് ശൈലിയാണ് ഇവിടെ നടക്കുന്നത്. അതിലും വലിയൊരു ദുരൂഹത എന്താണെന്നാൽ ഇന്ത്യ പോലുള്ള ഒരു ഭീമൻ രാജ്യത്ത് 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ഡാറ്റകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല. പോരാത്തതിന് വോട്ടെണ്ണൽ കഴിഞ്ഞ് വെറും 40 ദിവസം കഴിയുമ്പോൾ ഈ ഡാറ്റകളും രേഖകളും എല്ലാം അവർ നശിപ്പിച്ചു കളയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും സുപ്രധാനമായ വിവരങ്ങൾ എന്തിനാണ് വെറും 40 ദിവസം കൊണ്ട് നശിപ്പിക്കുന്നത്? ആരെയാണ് BJP സർക്കാർ ഭയപ്പെടുന്നത്? ഇതിലൊക്കെ വലിയ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് രേഖകൾ സുതാര്യമായി സൂക്ഷിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ബാധ്യതയാണ്. പക്ഷേ ഇവിടെ ചോദിക്കാൻ ആരുമില്ല എന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള നാടകങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. പശ്ചിമ ബംഗാളിൽ വോട്ടെണ്ണിയ ദിവസം വൈകുന്നേരം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സീറ്റിൽ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ദാ കിടക്കുന്നു, റിസൾട്ട് മാറി മറിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. എന്താണ്? തോറ്റ BJP സ്ഥാനാർത്ഥി ജയിച്ചു, ജയിച്ചയാൾ തോറ്റു. നമ്മുടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പരസ്യമായി അട്ടിമറികൾ നടന്നിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് രാജ്യത്തുള്ളത്. ഏത് കോടതിയിൽ പോയാലും ഏത് വലിയ ഭരണഘടനാ സ്ഥാപനത്തിൽ പോയാലും BJP ഭരണകൂടം എല്ലാത്തിനെയും അവരുടെ കൈപ്പിടിയിലാക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന ധാർഷ്ട്യമാണ് അധികാരികൾക്ക്. ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് വെച്ചാൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരണാസി മണ്ഡലത്തിലെ വോട്ടെണ്ണലാണ്. വോട്ടെണ്ണൽ ദിവസം രാവിലെ 11:30 മണി വരെ മോദി അവിടെ വോട്ടുകളിൽ വളരെ പിന്നിലായിരുന്നു. ഒരു ഘട്ടത്തിൽ മോദി തോൽക്കുമെന്ന അവസ്ഥ വരെ എത്തി. എന്നാൽ വെറും 15 മിനിറ്റ് കഴിഞ്ഞ്, അതായത് 11:45 ആയപ്പോഴേക്കും മോദി ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് മുന്നിലെത്തി. വെറും 15 മിനിറ്റിൽ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വോട്ടുകൾ ഒരു പെട്ടിയിലേക്ക് മറിയുന്നത്? ഇതൊക്കെ കാണുമ്പോൾ സാങ്കേതികമായി EVM-ൽ വലിയ തിരിമറികൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേറെ എന്തെങ്കിലും തെളിവ് വേണോ? ജനങ്ങൾ ഇതിനെയൊക്കെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും തുല്യ അവകാശവും വോട്ടവകാശവും തന്നിട്ടുണ്ട്. പക്ഷേ ഭരണം നടത്തുന്ന ആളുകൾ തികച്ചും ഏകപക്ഷീയവും ഫാസിസ്റ്റുമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുമ്പോൾ ഈ എഴുതി വെച്ചതിലൊന്നും ഒരു കാര്യവുമില്ല. തങ്ങൾക്ക് ഭരണം നിലനിർത്താൻ ആവശ്യമായ ചില പ്രത്യേക മേഖലകൾ കേന്ദ്രീകരിച്ച് BJP കൃത്യമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നുണ്ട് എന്നത് ഇന്ന് വലിയൊരു പരമാർത്ഥമാണ്. അതിനെ നമുക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് EVM മെഷീനുകളുടെ സുതാര്യത ഇന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ യഥാർത്ഥ വികാരമല്ല ഇന്ന് EVM മെഷീനുകളിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് രാജ്യം വീണ്ടും പഴയ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണം എന്ന ആവശ്യം ഇന്ന് പല കോണുകളിൽ നിന്നും ശക്തമാകുന്നത്. ഈ അട്ടിമറികളെയും ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടികളെയും നമുക്കിനി വെറുതെ നോക്കി നിൽക്കാൻ കഴിയില്ല. ജനാധിപത്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം പൂർണ്ണമായും സുതാര്യമായേ മതിയാകൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.